ശബരി റെയിൽപാത പദ്ധതി ചെലവിന്റെ പകുതി സംസ്ഥാന സർക്കാർ വഹിക്കും. 1900 കോടി രൂപ കിഫ്ബി വഴി അനുവദിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി. ജിബിൻ JB ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജിബിൻ, മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? വളരെ നിർണായകമായ തീരുമാനങ്ങളാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം 1997-98 കാലഘട്ടത്തിലാണ് ശബരി റെയിലുമായി ബന്ധപ്പെട്ട റെയിൽവേ ബജറ്റിൽ പണം വകയിരുത്തുന്നത്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തുടരുന്നത്. പക്ഷേ കഴിഞ്ഞ 25 വർഷക്കാലമായി ഈ പദ്ധതി ഒരു മെല്ലെപ്പോക്കായിരുന്നു, അല്ലെങ്കിൽ സ്തംഭിച്ച് കിടക്കുകയായിരുന്നു എന്ന് തന്നെ പറയും. കാരണം പിന്നീട് വന്ന റെയിൽവേ ബഡ്ജറ്റുകളിലൊന്നും തന്നെ ഈ ശബരി റെയിലിന് പ്രത്യേക തുക അനുവദിക്കുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആദ്യഘട്ടത്തിലുണ്ടായ ഭൂമി ഏറ്റെടുക്കൽ മാത്രമാണ് ഈ ഒരു പദ്ധതിക്ക് ഉണ്ടായത്. അതായത് അങ്കമാലി മുതൽ ശബരിമല വരെ നീണ്ടു നിൽക്കുന്ന 110 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഒരു റെയിൽവേ പാതയായിരുന്നു ഈ ശബരി റെയിൽ. പക്ഷേ പിന്നീടുള്ള മെല്ലിപ്പോക്ക് കാരണം പദ്ധതി തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പദ്ധതിക്ക് ചെലവാകുന്ന തുകയുടെ പകുതി വിനിയോഗിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിസഭാ യോഗത്തിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അതായത് 1900 കോടി രൂപയാകും ഇതിന് സംസ്ഥാന സർക്കാർ മാറ്റിവെക്കുക. ഈ പണം കിഫ്ബി വഴി നൽകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. മാത്രമല്ല ഈ ആദ്യഘട്ടത്തിൽ, അതായത് 1997 ഈ പദ്ധതി വന്നതിന് ശേഷം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഭൂമി ഏറ്റെടുക്കലിന് പിന്നാലെ മറ്റ് ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കുന്നതിന് വേണ്ടി റവന്യൂ വകുപ്പിന് മന്ത്രിസഭാ യോഗം ചേർന്ന ശേഷം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, ജിബിൻ JB ആണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.